അപ്പം എപ്പോഴും കേരള സ്റ്റേറ്റ് സിലബസ് ഫോളോ ചെയ്യുന്ന എല്ലാ വിദ്യാർത്ഥികളും ആഗ്രഹിക്കുന്നതും വ്യക്തമായ രീതിയിൽ നമ്മുടെ മാതൃഭാഷയിൽ മലയാളത്തിൽ വിശദീകരിച്ച് കിട്ടുക എന്നത് തന്നെയാണ്. Hi everybody, welcome all of you to another new episode of my YouTube channel, Pace by Krishna Kumar, or promoting acquisition of competence in English by Krishna Kumar. And my dear students, this is a special video for all the SLC students who follows Kerala state syllabus. And here in this video, what I'm going to teach you is a new poem written by the famous American singer, songwriter, and Nobel laureate Bob Dylan. And the name of the poem is Blowing in the Wind. Actually, it's a protest song which poses a series of questions about war, peace, and freedom. It invokes the spirit of the oppressed to wake up and assert their will and dignity against age-old oppression and exploitation. So let us move on to the poem. കവിതയിലേക്ക് കിടക്കും മുമ്പ് നമുക്ക് കവിയെ ഒന്ന് പരിചയപ്പെടാം. ബോബ് ഡീലൻ ബോൺ മെയ് 24, 1941, 1941 മെയ് 26 ജനിച്ച ബോബ് ഡീലൻ ഈസ് ആൻ അമേരിക്കൻ സിംഗർ. അദ്ദേഹം ഒരു അമേരിക്കൻ പാട്ടുകാരനാണ്, സോങ് റൈറ്റർ, പാട്ടെഴുത്തുകാരനാണ്, ആർട്ടിസ്റ്റ്, അഭിനേതാവാണ് ആൻഡ് റൈറ്റർ. അതേപോലെ മറ്റെല്ലാവിധമായ രീതിയിൽ എഴുതുന്ന ആൾ കൂടിയാണ്. ഹിസ് early songs such as Blowing in the Wind and The Times They Are Changing became anthems for the American civil rights and anti-war movements. ബോബ് ഡീലന്റെ ആദ്യകാല രചനകളിൽ പെടുന്ന ബ്ലോവിംഗ് ഇൻ ദ വിൻഡും ദ ടൈംസ് ദേ ആർ ചേഞ്ചിങ് എന്ന ഗാനവും അമേരിക്കൻ സിവിൽ റൈറ്റ്സ് മൂവ്മെന്റിന്റെയും അതേപോലെ തന്നെ ആന്റി വാർ മൂവ്മെന്റിന്റെയും ആന്തമായി സെലക്ട് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. ഹിസ് മിഡ് 1960s റെക്കോർഡിങ്സ്, അദ്ദേഹത്തിൻ്റെ 1960കളുടെ മധ്യത്തിലുള്ള റെക്കോർഡിങ്സുകളൊക്കെ തന്നെ ബാക്ക്ഡ് ബൈ റോക്ക് മ്യൂസീഷ്യൻസ് ക്ലൈംഡ് ദി ഹൈറ്റ്സ് ഓഫ് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് മ്യൂസിക് ചാർട്ട്സ്. റോക്ക് മ്യൂസീഷ്യൻസ് അദ്ദേഹത്തിന്റെ ഈ റെക്കോർഡിങ്സ് 1960കളുടെ മധ്യത്തിലുള്ള റെക്കോർഡിങ്സ് ഏറ്റെടുത്തു, അല്ലെങ്കിൽ അവർ പൂർണ്ണമായിട്ടും അത് പിന്തുണച്ചു. ക്ലൈംഡ് ദി ഹൈറ്റ്സ് ഓഫ് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് മ്യൂസിക് ചാർട്ട്സ്, അമേരിക്കയുടെ മ്യൂസിക് ചാർട്ടുകളുടെ ഔന്നത്യങ്ങളിൽ എത്തപ്പെടുകയും ചെയ്തു. അപ്പം 1960കളുടെ മധ്യത്തിൽ ബോബ് ഡീലന്റെ റെക്കോർഡിങ്സുകളൊക്കെ തന്നെ റോക്ക് മ്യൂസീഷ്യന്മാരെ ഏറ്റെടുക്കുകയും അതേപോലെ തന്നെ ക്ലൈംഡ് ദി ഹൈറ്റ്സ് ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് മ്യൂസിക് ചാർട്ട്, അമേരിക്കയുടെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ മ്യൂസിക് ചാർട്ടിന്റെ ഉന്നതങ്ങളിൽ എത്തപ്പെട്ടു. ഹി വോൺ ദ നോബൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ ഫോർ ഹിസ് കോൺട്രിബ്യൂഷൻസ് ടു മ്യൂസിക് ഇൻ 2016. 2016 അദ്ദേഹത്തിന് സംഗീതരംഗത്ത് അദ്ദേഹം നൽകിയ സംഭാവനകൾ മാനിച്ചുകൊണ്ട് സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം നൽകുകയുണ്ടായി. ഇനി നമുക്ക് ആ പാട്ടിലേക്ക് കിടക്കാം. ബ്ലോവിൻ ഇൻ ദ വിൻഡ്. തൊട്ട് മുമ്പ് ഇൻട്രൊഡക്ഷനിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം. ലൈക്ക് സിനിമ, ഒരു സിനിമ പോലെ സോങ്സ് ഇൻ ദ മ്യൂസിക് ആൽബംസ് ആർ ഓൾസോ വെരി പോപ്പുലർ ആസ് ദേ ആർ റെൻഡേർഡ് ആസ് ഓഡിയോ വിഷ്വൽ ട്രീറ്റ്സ്. അപ്പൊ സിനിമയെ പോലെ തന്നെ പാട്ടുകൾ, അതും മ്യൂസിക് ആൽബങ്ങളിൽ നിന്നുള്ള പാട്ടുകളൊക്കെ തന്നെ വളരെ ജനകീയമാണ്. എന്തെന്നാൽ അവയൊക്കെ തന്നെ ഓഡിയോ വിഷ്വൽ ട്രീറ്റ്സ് ആയിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്. Here is a song written by Bob Dylan, one of the prominent musicians of the United States of America. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിലെ പ്രഗത്ഭരായ മ്യൂസീഷ്യന്മാരിൽ ഒരാളായ ബോബ് ഡീലന്റെ ഒരു ഗാനമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. How many roads must a man walk down before you call him a man? നിങ്ങൾ ഈ കറുത്ത വർഗക്കാരെ നിങ്ങൾ മനുഷ്യനായിട്ട് ഇനി എന്നാണ് കാണുന്നത്? ഇനിയും എത്രയെത്ര യാതനകളും പീഡനങ്ങളും ദുരിതപൂർണമായ ജീവിതങ്ങളും അനുഭവിച്ചു തീർത്താൽ മാത്രമാണ് നിങ്ങൾ അവരെ ഇനി മനുഷ്യന്റെ നിങ്ങൾക്കൊപ്പമുള്ള പട്ടികയിൽ പെടുത്തുക എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. കാളച്ചന്തയിൽ കാളകളെ കൊണ്ടുപോകുന്ന പോലെ കയ്യിൽ വിലങ്ങും ധരിച്ച് ചാട്ടവാറ് കൊണ്ടടിച്ച് മനുഷ്യച്ചന്തകൾ അല്ലെങ്കിൽ ഈ കറുത്ത വർഗ്ഗ അടിമ കച്ചവടത്തിനായിട്ട് അടിമകളാക്കി, മനുഷ്യൻ എന്ന് വിളിക്കാതെ വെറും അടിമകളെന്ന് വിളിച്ചുകൊണ്ട് ഇവരെ അടിച്ചമർത്തപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് എന്നാണ് ഒരു മാറ്റങ്ങൾ വരിക എന്നാണ് ഇവിടെ ബോബ് ഡീലൻ ചോദിക്കുന്നത്. How many seas must a white dove sail before she sleeps in the sand?
നമുക്കറിയാം സമാധാനത്തിന്റെ സിമ്പലാണ് വെള്ളരിപ്രാവ്. അപ്പോൾ അടിച്ചമർത്തപ്പെട്ട കറുത്ത വർഗക്കാരുടെ മനസ്സിൽ സമാധാനമാണ് അവരുടെ ആഗ്രഹം, സ്വാതന്ത്ര്യമാണ് അവർ ആഗ്രഹിക്കുന്നത്. അങ്ങനെ അവരുടെ മനസ്സാണ് യഥാർത്ഥത്തിൽ ഈ സമാധാനത്തിന് വൈറ്റ് ഡോവ് എന്ന് പറയുന്ന സമാധാനത്തിന്റെ സിമ്പൽ അവരുടെ മനസ്സ് തന്നെയാണ്, അവരുടെ ആഗ്രഹമാണ്. ആ മനസ്സ് അത് അടുത്ത് തന്നെ ഉണ്ട്, പക്ഷെ അത് എന്നെത്തും ആ സമാധാനം? അതാണ് ഹൗ മെനി സീസ് മസ്റ്റ് എ വൈറ്റ് ഡോവ് സെയിൽ. അപ്പൊ ആ സമാധാനമാകുന്ന വെള്ളരിപ്രാവ് ഇനിയും എത്ര സമുദ്രങ്ങൾ താണ്ടണം? എന്തിനു വേണ്ടിയാണ്? ബിഫോർ ഷീ സ്ലീപ്സ് ഇൻ ദ സാൻഡ്. ആ സമാധാനം നേടിയെടുത്തിട്ട് ആ സാൻഡിൽ ഒന്ന് ഉറങ്ങുവാൻ, വളരെ സ്വാതന്ത്ര്യത്തോടെ റിലാക്സ് ചെയ്തൊന്ന് ഉറങ്ങുവാൻ എന്നാണ് ഈ കറുത്ത വർഗക്കാരന് കഴിയുക. യെസ്, ആൻഡ് ഹൗ മെനി ടൈംസ് മസ്റ്റ് ദ കാനൺ ബാൾസ് ഫ്ലൈ ബിഫോർ ദേ ആർ ഫോർ എവർ ബാൻഡ്. അപ്പൊ ഇനിയും എത്ര പീരങ്കി ഉണ്ടകൾ ഒരു പീരങ്കിയിൽ നിന്ന് പറക്കണം എന്ന് പറഞ്ഞാൽ എത്ര സമരങ്ങൾ പീരങ്കിയാകുന്ന കറുത്ത ജനങ്ങളിൽ നിന്നുണ്ടാവണം ബിഫോർ ദേ ആർ ഫോർ എവർ ബാൻഡ്. ആ കറുത്തവന്റെ ഏർപ്പെടുത്തിയിരിക്കുന്ന വിലക്ക്, ആ വിലക്കിനെ എടുത്തു കളയാൻ അല്ലെങ്കിൽ നിരോധിക്കുവാൻ കറുത്ത വർഗക്കാരൻ അല്ലെങ്കിൽ കറുത്ത തൊലിയുള്ളവനായി പോയതിന്റെ പേരിൽ അവൻ അനുഭവിക്കേണ്ടി വരുന്ന അവന്റെ അവകാശങ്ങൾ എല്ലാം അടിച്ചമർത്തപ്പെട്ടിരിക്കുന്നു. ആ അവകാശങ്ങൾ അവന് തിരികെ കിട്ടി. അവൻ ഈ പറയുന്ന ആ വിലക്കുകളെ എന്നേക്കുമായി നിരോധിക്കുന്ന എടുത്തു കളയുവാനുള്ള ഒരു ദിവസം അതെന്നാണ് എത്തിച്ചേരുക എന്നാണ് അടുത്ത വരിയിലൂടെ കവി ചോദിക്കുന്നത്. അപ്പൊ ഇവിടെ എല്ലാം റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻസ് ആണ്. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങളുണ്ട്, എല്ലാവർക്കും അറിയാം. ഈ അടിമത്വം, ഈ അടിച്ചമർത്തൽ അവസാനിപ്പിക്കുന്ന ആ സമയത്ത് തന്നെ ഈ സമാധാനം എത്തിച്ചേരുന്നു. പക്ഷേ അതെല്ലാവർക്കും അറിയാമെങ്കിലും ആർക്കും അറിയില്ല എന്ന് നടിക്കുകയാണ് ഓരോരുത്തരും. ദ ആൻസർ മൈ ഫ്രണ്ട് ഈസ് ബ്ലോവിൻ ഇൻ ദ വിൻഡ്. ദ ആൻസർ ഈസ് ബ്ലോവിൻ ഇൻ ദ വിൻഡ്. അല്ലയോ സുഹൃത്തെ, അതിന്റെ ആൻസർ ഇതാ കാറ്റിൽ അലയുന്നുണ്ട്, കാറ്റിൽ ഇങ്ങനെ വീശിയടിക്കുന്നുണ്ട്. ദ ആൻസർ ഈസ് ബ്ലോവിൻ ഇൻ ദ വിൻഡ്. അതിന്റെ ഉത്തരം കാറ്റിലങ്ങനെ വീശിയടിക്കുന്നുണ്ട്. യെസ്, ഹൗ മെനി ഇയേഴ്സ് ക്യാൻ എ മൗണ്ടൻ എക്സിസ്റ്റ് ബിഫോർ ഇറ്റ് ഈസ് വാഷ്ഡ് ടു ദി സീ. അതെ, ഇനിയും എത്ര വർഷങ്ങൾ കൂടി ഈ മൗണ്ടന് അവിടെ നിലനിൽക്കാൻ കഴിയും? മൗണ്ടൻ എന്ന് പറയുന്നത് ഇവിടെ സിംബലൈസ് ചെയ്തിരിക്കുന്നത് ഈ പറയുന്ന വെള്ളക്കാരായ അധികാരവർഗത്തെ തന്നെയാണ്. അവർക്ക് ഈ അവരുടെ ആ അധികാരം അല്ലെ അടിച്ചമർത്തലൊക്കെ ഇനിയും എത്ര നാൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും? ബിഫോർ ഇറ്റ് ഈസ് വാഷ്ഡ് ടു സീ. ഈ അഹങ്കാരവും അധികാരവും അടിച്ചമർത്തലും ഒക്കെ സമുദ്രത്തിലേക്ക് കഴുകി എറിയുന്നത് വരെ ഇനിയും എത്ര കാലം ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും? എന്തായാലും ഈ പറയുന്ന ആ അടിച്ചമർത്തലും എല്ലാം ഒരിക്കൽ പ്രതിഷേധം ശക്തമായി കഴിയുമ്പോൾ എല്ലാവരും ആ വെള്ളക്കാലിൽ തന്നെയുള്ള ആളുകൾ ഇത് മടുത്തു തുടങ്ങുമ്പോൾ, ആ മനുഷ്യനോട് കാണിക്കുന്ന ഈ ക്രൂരത മടുത്തു കഴിയുമ്പോൾ എല്ലാവരും ഒരുമിച്ച് ഈ പറയുന്ന അധികാരവർഗത്തിനെ, ഈ അഹങ്കാരത്തെ എല്ലാം ശമിപ്പിച്ചുകൊണ്ട് എല്ലാം അടിച്ചമർത്തി അതിനെല്ലാം ഇല്ലാതെയാക്കി കടലിലേക്ക് കഴുകിക്കളയും. അതിനി എത്ര വർഷങ്ങൾ കാത്തിരിക്കണം എന്നാണ് ഈ റിട്ടോറിക്കൽ ക്വസ്റ്റ്യനിലൂടെ ചോദിക്കുന്നത്. യെസ്, ആൻഡ് ഹൗ മെനി ഇയേഴ്സ് ക്യാൻ സം പീപ്പിൾ എക്സിസ്റ്റ് ബിഫോർ ദേ ആർ അലൗഡ് ടു ബി ഫ്രീ. അതെ, ഇനിയും എത്ര വർഷങ്ങൾ ക്യാൻ സം പീപ്പിൾ എക്സിസ്റ്റ്, ഈ ആളുകൾക്ക് നിലനിൽക്കാൻ കഴിയും ബിഫോർ ദേ ആർ അലൗഡ് ടു ബി ഫ്രീ. അവർ ഫ്രീ ആകുന്നത് വരെ അടിമകളായി നിലകൊള്ളാൻ ഇനി എത്ര പേർക്ക് അടിമയായിട്ട് ഇങ്ങനെ നിലകൊള്ളാൻ കഴിയും? Yes, and how many times can a man turn his head and pretend that he just doesn't see? അതെ, ഇനിയും എത്ര പ്രാവശ്യം, എത്ര തവണ can a man turn his head, ഒരു മനുഷ്യന് അവന്റെ തല തിരിച്ച് നടക്കാനാവും, ഒന്നും കണ്ടില്ല, ആൻഡ് പ്രിറ്റൻഡ്, എന്നിട്ട് നടിക്കുക, അഭിനയിക്കുക, പ്രിറ്റൻഡ് ചെയ്യുക ദാറ്റ് ഹി ജസ്റ്റ് ഡസൻറ്റ് സീ, ഒന്നും കണ്ടില്ലെന്ന് നടിക്കാൻ ഇനി എത്ര കാലം കഴിയും? അവൻ എത്ര കാലം ഒരു ഡംബായി, ഒരു ഡഫായി, ഒരു ബ്ലൈൻഡായി നടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയും എന്നാണ് കവി ചോദിക്കുന്നത്. അപ്പോഴെല്ലാം അതിന്റെ ആൻസർ പറയുന്നത്, ദ ആൻസർ മൈ ഫ്രണ്ട്, അല്ലയോ സുഹൃത്തി, അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഈസ് ബ്ലോവിൻ ഇൻ ദ വിൻഡ്. ഇതായി കാറ്റിൽ വീശി നടക്കുക, നമുക്കറിയാം. ദ ആൻസർ ഈസ് ബ്ലോവിൻ ഇൻ ദ വിൻഡ്. അതിന്റെ ഉത്തരം ഇതാ കാറ്റിൽ അലയുകയാണ്. അപ്പോൾ ഈ വരി, ദ ആൻസർ മൈ ഫ്രണ്ട് ഈസ് ബ്ലോവിൻ ഇൻ ദ വിൻഡ്, ദ ആൻസർ ഈസ് ബ്ലോവിൻ ഇൻ ദ വിൻഡ് എന്ന ഈ വരികൾ റിപ്പീറ്റഡ് ആയിട്ട് തന്നെ പറയുകയാണ്. ഇതാണ് റിഫ്രെയിൻ. അതായത് പദ്യങ്ങളിലും ഗദ്യങ്ങളിലും ഒക്കെ റിപ്പീറ്റഡ് ആയിട്ട്, ഇവിടെ പദ്യങ്ങളിൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന വാക്കുകളോ അതായത് വേർഡ്സോ അല്ലെങ്കിൽ സെന്റൻസസോ അല്ലെങ്കിൽ ലൈൻസോ ഒക്കെയാണ് നമ്മൾ റിഫ്രെയിൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതൊരു പൊയറ്റിക് ഡിവൈസ് ആണ്. കവി
ഈ വരികളിലൂടെ ആവർത്തിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇത് എല്ലാം അറിഞ്ഞിട്ടും ഒന്നും അറിയില്ല എന്നിരിക്കുന്നവർക്ക് അവരുടെ കാതുകളിലും അവരുടെ കണ്ണുകൾ തുറപ്പിക്കുന്നതിനും കാതുകൾ തുറക്കുന്നതിനുമൊക്കെ കവി നടത്തുന്ന ബുദ്ധിപരമായ നീക്കം തന്നെയാണ് റിഫ്രെയിൻ എന്ന രൂപത്തിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന ദ ആൻസർ മൈ ഫ്രണ്ട് ഈസ് ബ്ലോവിൻ ഇൻ ദ വിൻഡ്, ദ ആൻസർ ഈസ് ബ്ലോവിൻ ഇൻ ദ വിൻഡ് എന്ന ഈ രണ്ട് ലൈനുകൾ. യെസ്, ആൻഡ് ഹൗ മെനി ടൈംസ് മസ്റ്റ് എ മാൻ ലുക്ക് അപ്പ് ബിഫോർ ഹി ക്യാൻ സീ ദ സ്കൈ. അതെ, ഇനിയും എത്ര പ്രാവശ്യം ഒരു മനുഷ്യൻ മുകളിലേക്ക് നോക്കിയാലാണ് ഇപ്പൊ കാർമേഘങ്ങളും വെള്ളമേഘങ്ങളും ആകുന്ന ഈ പറയുന്ന അധികാരവർഗത്തിന്റെ ഈ കണ്ടില്ല കേട്ടില്ല അറിഞ്ഞില്ല എന്ന ഈ നടിപ്പുകൾ, ആ കണ്ടില്ല കേട്ടില്ല അറിഞ്ഞില്ല എന്ന് കാണിക്കുന്ന ആ ഭാഗങ്ങൾ നിങ്ങൾ മുകളിലേക്ക് നോക്കുമ്പോൾ അത് സിംബലൈസ് ചെയ്തിരിക്കുന്നു. ക്ലൗഡ്സ് ആയിട്ട് നിങ്ങൾക്ക് അവിടെ കാണാം. നമുക്ക് ആകാശം തെളിഞ്ഞ മൊത്തത്തിൽ കൃത്യമായ ആകാശം നമുക്ക് കാണാൻ കഴിയുന്നത്. നോക്കുമ്പോൾ കാർമേഘങ്ങളുണ്ട്, വെള്ളമേഘങ്ങൾ, വൈറ്റ് ക്ലൗഡ്സ് ഉണ്ട്, ബ്ലാക്ക് ക്ലൗഡ്സ് ഉണ്ട്. അപ്പം കൃത്യമായിട്ട് ആകാശം, ഈ സമാധാനം അല്ലെങ്കിൽ എല്ലാവരും ഒരു സ്വാതന്ത്ര്യം അത് വ്യക്തമായി കാണണമെങ്കിൽ ഇതെല്ലാം ഈ പറയുന്ന ഇതെല്ലാം ഒന്ന് ഈ മൂടുപടങ്ങളെല്ലാം മാറണം. അതിനി എത്ര തവണ മുകളിലോട്ട് നോക്കുമ്പോഴാണ് ഈ മൂടുപടങ്ങളെല്ലാം മാറ്റി വ്യക്തമായി തെളിഞ്ഞ് നല്ല വിശാലമായ വാസ്റ്റായിട്ടുള്ള ബ്ലൂ സ്കൈ നമുക്ക് കാണാൻ കഴിയുക എന്ന് കവി ചോദിക്കുമ്പം അവിടെയും ഇതെല്ലാം സിംബലൈസ് ചെയ്യുകയാണ്. യെസ്, and how many years must one man have before he can hear people cry? ഇനിയും ഒരു മനുഷ്യന് എത്ര കാതുകൾ കൂടി കൊടുക്കണം ഇവന്റെ ഈ കറുത്ത വർഗത്തിന്റെ അടിച്ചമർത്തപ്പെട്ടവന്റെ ദീനരോധനം കാതുകളിൽ എത്തുവാൻ, അത് കേൾക്കുവാൻ. കേട്ടില്ല നടിക്കുന്നവരാണ്, അത് ഇനി ഒന്ന് കേൾക്കണമെങ്കിൽ ഇനിയും എത്ര ചെവികൾ കൊടുക്കണമെന്ന് എന്നാണ് കവി ചോദിക്കുന്നത്. Yes, and how many deaths will it take till he knows that too many people have died? അതെ, ഇനിയും എത്ര മരണങ്ങൾ കണ്ടാലാണ്, എത്ര ജീവനുകൾ പൊലിയുന്നത് കണ്ടാലാണ് it take till he knows that too many people have died. ഒരുപാട് ആളുകൾ ഇതാ മരിച്ചു വീണിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം ഇവർക്കൊക്കെ, ഈ കണ്ടില്ല കേട്ടില്ല അറിഞ്ഞില്ല എന്നടിക്കുന്നവർക്കൊക്കെ ഈ യാഥാർത്ഥ്യം ഒന്ന് ബോധ്യപ്പെടാൻ ഇനിയും എത്ര ജീവനുകൾ ഇവിടെ പൊലിയണം എന്നാണ് കവി ചോദിക്കുന്നത്. ദ ആൻസർ മൈ ഫ്രണ്ട് ഈസ് ബ്ലോവിൻ ഇൻ ദ വിൻഡ്. അതെ, അതിന്റെ ഉത്തരം കാറ്റിൽ അലയുകയാണ്. ദ ആൻസർ ഈസ് ബ്ലോവിൻ ഇൻ ദ വിൻഡ്. ആ ഉത്തരം ഇതാ കാറ്റിൽ അലയുന്നു. അപ്പൊ വീണ്ടും റിഫ്രൈനോടുകൂടി കവിത ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ തയ്യാറാക്കി ഒന്ന് വിശദീകരിച്ചേക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ദ വേർഡ് റോഡ്സ് റെഫർ ടു ഹിയർ? റോഡ്സ് എന്ന വാക്കിലൂടെ ഇവിടെ എന്താണ് പ്രതിപാദിച്ചിരിക്കുന്നത്? ദ വേർഡ് റോഡ്സ് റെഫേഴ്സ് ടു ദി സഫറിങ്സ് ഓഫ് ദ ഒപ്രസ്ഡ്. അടിച്ചമർത്തപ്പെട്ടവന്റെ ദുരിതങ്ങളാണ്, സഫറിങ്സ് ആണ് റോഡ്സ് എന്ന വാക്കിലൂടെ പ്രതിപാദിച്ചിരിക്കുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഡു ദ ക്വസ്റ്റ്യൻസ് ഗിവൻ ഹിയർ ഡിമാൻഡ് എ സ്പെസിഫിക് ആൻസർ? ഇവിടെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾ ഒരു കൃത്യമായ ഉത്തരം ആവശ്യപ്പെടുന്നുണ്ടോ? വാട്ട് ഡു യു കാൾ സച്ച് ക്വസ്റ്റ്യൻസ്? അത്തരത്തിലുള്ള ചോദ്യങ്ങളെ നിങ്ങൾ എന്താണ് വിളിക്കുന്നത്? നോ, ദ ക്വസ്റ്റ്യൻസ് ഗിവൻ ഹിയർ ഡു നോട്ട് ഡിമാൻഡ് എനി ഡയറക്റ്റ് ആൻസർ. ഇല്ല, ഇവിടെ തന്നിരിക്കുന്ന ചോദ്യങ്ങളൊന്നും തന്നെ നേരിട്ടൊരു ഉത്തരം പ്രതീക്ഷിക്കുന്നതേ ഇല്ല. സച്ച് ക്വസ്റ്റ്യൻസ് ആർ കാൾഡ് റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻസ്. അത്തരത്തിലുള്ള ചോദ്യങ്ങളെ വിളിക്കുന്നത് റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻസ് എന്നാണ്. തേർഡ് ക്വസ്റ്റ്യൻ, വൈ ഡസ് ദ റൈറ്റർ സേ ദാറ്റ് ദ ആൻസർ ഈസ് ബ്ലോയിങ് ഇൻ ദ വിൻഡ്? എന്തുകൊണ്ടാണ് എഴുത്തുകാരൻ പറയുന്നത് ഉത്തരം കാറ്റിൽ അലയുകയാണെന്ന്? ബിക്കോസ് എവരിബഡി നോസ് ദ ആൻസേഴ്സ് ഓഫ് ഓൾ ദ ക്വസ്റ്റ്യൻസ് ഹി ആസ്ക്ഡ്. എന്തുകൊണ്ടെന്നാൽ എല്ലാവർക്കും കവി ചോദിക്കുന്ന ചോദ്യങ്ങളുടെ എല്ലാ ചോദ്യങ്ങളുടെയും ആൻസർ എല്ലാവർക്കും അറിയാം എന്നുള്ളത് കൊണ്ടാണ്. ഫോർത്ത് ക്വസ്റ്റ്യൻ, ഹൗ ഈസ് ദ ക്വസ്റ്റ്യൻ അബൌട്ട് ദ മൗണ്ടൻ റിലേറ്റഡ് ടു ദി അതർ ടു ക്വസ്റ്റ്യൻസ് ഇൻ ദ സ്റ്റാൻസ 2? എങ്ങനെയാണ് മൗണ്ടനുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം സെക്കൻഡ് സ്റ്റാൻസയിലെ മറ്റ് രണ്ട് ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? The word mountain here refers to the power of the cruel mighty rulers. ഇവിടെ മൗണ്ടൻ എന്ന് പ്രതിപാദിച്ചിരിക്കുന്നത്, മൗണ്ടൻ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് ശക്തരായ ഭരണാധികാരികളുടെ
അധികാരത്തെയാണ്, പവറിനെയാണ്, പവർ ഓഫ് ദ ക്രൂവൽ മൈറ്റി റൂളേഴ്സ്, ശക്തരായ ക്രൂരന്മാരായ ഭരണാധികാരികളെയാണ്. ആൻഡ് ദ അതർ ടു ക്വസ്റ്റ്യൻസ് ഇൻ സ്റ്റാൻസ 2 ആർ ആസ്ക്ഡ് ടു ദോസ് റൂളേഴ്സ്. ആ സ്റ്റാൻസയിലുള്ള മറ്റ് രണ്ട് ചോദ്യങ്ങളും ആ ക്രൂരന്മാരായ അധികാരികളോട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ഹൂ മേ ബി ദ പീപ്പിൾ ആൻഡ് മാൻ റെഫേർഡ് ടു ഇൻ സ്റ്റാൻസ 2. സെക്കൻഡ് സ്റ്റാൻസിയിൽ, രണ്ടാമത്തെ സ്റ്റാൻസിയിൽ പ്രതിപാദിച്ചിരിക്കുന്ന അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്ന പീപ്പിൾ, മാൻ എന്നീ വാക്കുകൾ ആരെ പറ്റിയാണ് പ്രതിപാദിച്ചിരിക്കുന്നത്? വാട്ട് ഈസ് ദ ആറ്റിറ്റ്യൂഡ് ഓഫ് ദ റൈറ്റർ ടുവാർഡ്സ് ദം? അവരോട് നമ്മുടെ എഴുത്തുകാരനുള്ള മനോഭാവം എന്താണ്? പീപ്പിൾ റെഫർ ടു ഹിയർ ഈസ് ദ ഒപ്രസ്ഡ് ബ്ലാക്ക് മാൻ. പീപ്പിൾ എന്ന വാക്കുകൊണ്ട് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത് അടിച്ചമർത്തപ്പെട്ട കറുത്ത വർഗ്ഗക്കാരിയാണ്. ആൻഡ് ദ മാൻ റെഫർ ടു ഹിയർ, മാൻ എന്ന വാക്കുകൊണ്ട് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത് ഈസ് ദെയർ വോയിസ്ലെസ് ഫെലോ ബീങ്സ്, അവരുടെ ശബ്ദമില്ലാത്ത അല്ലെങ്കിൽ പ്രതികരിക്കാത്ത സഹജീവികളാണ്. അത് ബ്ലാക്കും വൈറ്റുമായിട്ടുള്ള അവരുടെ സഹജീവികൾ. ഹി ഫീൽസ് പിറ്റി ടുവാർഡ്സ് ബോത്ത് ഓഫ് ദം. ഈ രണ്ട് പേരോടും അദ്ദേഹത്തിനുള്ളത് സഹതാപം മാത്രമാണ്, സഹതാപം. സിക്സ്ത് ക്വസ്റ്റ്യൻ, pick out lines from the song that refer to the denial of civil rights. സിവിൽ റൈറ്റ്സിൻ്റെ ഡിനയൽ, നിയമപരമായ അവകാശങ്ങളുടെ നിഷേധം പ്രതിപാദിക്കുന്ന വരികൾ ഈ പാട്ടിൽ നിന്നും കണ്ടെത്തി എഴുതുക. അപ്പം ഈ പാട്ടിൽ നിന്നുള്ള ഈ രണ്ട് വരികൾ, അതായത് യെസ് ആൻഡ് ഹൗ മെനി ടൈംസ് ക്യാൻ എ മാൻ ടേൺ ഹിസ് ഹെഡ് ആൻഡ് പ്രിറ്റൻഡ് ദാറ്റ് ഹി ജസ്റ്റ് ഡസിൻറ്റ് സീ. ഈ വരികളിലാണ് നിയമപരമായ അവകാശങ്ങൾ നിഷേധിക്കുന്നതായിട്ട് കവി വിശദീകരിച്ചിരിക്കുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, സെവൻത് ക്വസ്റ്റ്യൻ, വാട്ട് ആറ്റിറ്റ്യൂഡ് ഓഫ് ദ പീപ്പിൾ ഈസ് റിഫ്ലക്റ്റഡ് ഇൻ ദി റിഫ്രെയിൻ? ദ ആൻസർ ഈസ് ബ്ലോവിങ് ഇൻ ദ വിൻഡ്. റിഫ്രെയിൻ എന്ന പൊയറ്റിക് ഡിവൈസ് ഉപയോഗിച്ചിരിക്കുന്ന വരിയായ ദ ആൻസർ ഈസ് ബ്ലോവിങ് ഇൻ ദ വിൻഡ് എന്ന വരിയിലൂടെ മനുഷ്യരുടെ ഏത് സ്വഭാവത്തെയാണ് പ്രതിഫലിപ്പിച്ചിരിക്കുന്നത്? പീപ്പിൾസ് ആറ്റിറ്റ്യൂഡ് ഓഫ് ഇൻഡിഫറൻസ് ഈസ് റിഫ്ലക്റ്റഡ് ഇൻ ദി റിഫ്രെയിൻ. ഈ റിഫ്രെയിനിൽ പ്രതിഫലിക്കുന്ന ജനങ്ങളുടെ ഒരു മനോഭാവം എന്ന് പറയുന്നത് ഇൻഡിഫറൻസ് എന്ന മനോഭാവമാണ്. അതായത് നിഷ്ക്രിയത്വം, അലംഭാവം. ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന രീതിയിൽ ഒന്നും അറിഞ്ഞില്ല, കണ്ടില്ല, കേട്ടില്ല എന്ന് നടിച്ചുകൊണ്ട് പോകുന്ന ആ ഒരു ഇൻഡിഫറൻസ്. കവിതയുടെ അപ്രീസിയേഷൻ കൂടി തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഇങ്ങനെയായിരിക്കും: പ്രിപ്പയർ ആൻ അപ്രീസിയേഷൻ ഓഫ് ദ പോയം ബ്ലോവിൻ ഇൻ ദ വിൻഡ് റിട്ടൺ ബൈ ബോബ് ഡീലൻ. ബോബ് ഡീലൻ എഴുതിയ ബ്ലോവിൻ ഇൻ ദ വിൻഡിൻ്റെ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക എന്ന് പറഞ്ഞൊരു ചോദ്യം ചോദിക്കും. അപ്പോൾ ഞാനൊന്ന് വിശദീകരിച്ചേക്കാം. ബ്ലോവിൻ ഇൻ ദ വിൻഡ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് സോങ് written by the famous American singer, songwriter, artist and writer Bob Dylan. പാട്ടുകാരനും പാട്ടെഴുത്തുകാരനും അഭിനേതാവും എഴുത്തുകാരനും ഒക്കെയായ പ്രശസ്തനായ ബോബ് ഡീലൻ്റെ വളരെ പ്രശസ്തമായ പാട്ടുകളിൽ നിന്നുള്ള ഒരു പാട്ടാണ് ബ്ലോവിൻ ഇൻ ദ വിൻഡ്. ദിസ് സോങ് became an anthem for the African American civil rights movement of 1960. 1960-കളിലെ ആഫ്രിക്കൻ അമേരിക്കൻ സിവിൽ റൈറ്റ്സ് മൂവ്മെൻറ്റിൻ്റെ ആന്തമായി സെലക്ട് ചെയ്യപ്പെട്ട ഒരു പാട്ടാണിത്. ഇറ്റ് ഈസ് എ പ്രൊട്ടസ്റ്റ് സോങ് വിച്ച് പോസസ് എ സീരീസ് ഓഫ് ക്വസ്റ്റ്യൻസ് അബൌട്ട് പീസ്, വാർ ആൻഡ് ഫ്രീഡം. ഇതൊരു പ്രതിഷേധ ഗാനമാണ്. അതായത് സമാധാനത്തെപ്പറ്റിയും യുദ്ധത്തെപ്പറ്റിയും സ്വാതന്ത്ര്യത്തെപ്പറ്റിയുമൊക്കെ ഉള്ള ഒരുപാട് ചോദ്യങ്ങൾ ഉയർത്തുന്ന ഒരു പ്രൊട്ടസ്റ്റ് സോങ്, ഒരു പ്രതിഷേധ ഗാനം. ഇൻ ദിസ് പോയം ദ സിംഗർ ക്രിയേറ്റ്സ് ആൻ ഇൻസ്പയറിംഗ് മൂഡ് ത്രൂ എ സീരീസ് ഓഫ് റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻസ് ആൻഡ് ദിയർ ആൻസർ വിച്ച് റിക്കേഴ്സ് ലൈക്ക് എ റിഫ്രെയിൻ. ഈ ഒരു പോയത്തിൽ, ഈ ഒരു പാട്ടിൽ ദ സിംഗർ ക്രിയേറ്റ്സ് ആൻ ഇൻസ്പയറിംഗ് മൂഡ്. സിംഗർ, പാട്ടുകാരൻ ഒരു ആവേശകരമായ ഒരു അവസ്ഥ ഉണ്ടാക്കുകയാണ്, സൃഷ്ടിക്കുകയാണ്. ത്രൂ എ സീരീസ് ഓഫ് റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻസ്, ഒരു റിട്ടോറിക്കൽ ക്വസ്റ്റ്യനുകളുടെ ഒരു പരമ്പര തന്നെ സൃഷ്ടിച്ചുകൊണ്ട് വളരെ ആവേശമുണർത്തുന്ന ഒരു ആവേശകരമായ അനുഭൂതി തന്നെ ഉണ്ടാക്കുകയാണ്.
ആൻഡ് ദെയർ ആൻസർ എന്നിട്ട് ആ റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻസിനുള്ള ആൻസറായിട്ട് വിച്ച് റിക്കേഴ്സ് ലൈക്ക് എ റിഫ്രൈൻ. ആ അവയ്ക്കുള്ള ഈ റിട്ടോറിക്കൽ ക്വസ്റ്റ്യനുള്ള ആൻസർ ഒരു റിഫ്രൈനായിട്ട്, അതായത് നമുക്ക് ഏതെങ്കിലും ഒരു എഴുത്തുകാരൻ അല്ലെങ്കിൽ ഒരു കവിക്ക് ആശയം ജനങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് ഊന്നി പറയുന്ന ആശയങ്ങളുണ്ടെങ്കിൽ ആ അത്തരത്തിലുള്ള ആശയങ്ങൾ വാചകങ്ങളോ വാക്കുകളോ അല്ലെ വരികളോ ആയിട്ട് ആവർത്തിച്ച് പറയുന്ന രീതിയാണ് റിഫ്രൈൻ. അപ്പോൾ ആ റിഫ്രൈനാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ആ റിഫ്രൈനായിട്ട് ആവർത്തിച്ച് പറയുന്ന ഒരു ഉത്തരമാണ് ദ ആൻസർ ഈസ് ബ്ലോവിൻ ഇൻ ദ വിൻഡ്. അപ്പം ദ ഓൺലി ആൻസർ ഫോർ ഓൾ ദീസ് റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻസ് ഈസ്, ഈ ചോദിക്കുന്ന എല്ലാ റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻസിൻ്റെയും എല്ലാ റിട്ടോറിക്കൽ ചോദ്യങ്ങളുടെയും ഉത്തരമാണ് ബ്ലോവിൻ ഇൻ ദ വിൻഡ്, കാറ്റിൽ അലയുകയാണ് എന്ന വരി. നെക്സ്റ്റ് പാരഗ്രാഫ്. ദ പോയറ്റ് ഹാസ് ഓൾസോ യൂസ്ഡ് സെവറൽ അതർ പൊയറ്റിക് ഡിവൈസസ് ടു ആഡ് ബ്യൂട്ടി ആൻഡ് മീനിങ് ടു ദ പോയം. ഈ കവിതയ്ക്ക് കൂടുതൽ ഭംഗിയും അതേപോലെ കൂടുതൽ അർത്ഥവും നൽകുന്നതിന് വേണ്ടി കവി ഇവിടെ മറ്റ് ഒരുപാട് അതായത് റിഫ്രൈനെ കൂടാതെ അല്ലെങ്കിൽ റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻസിനെ കൂടാതെ ഒരുപാട് പൊയറ്റിക് ഡിവൈസുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. വിഷ്വൽ ഇമേജസ് ലൈക്ക് റോഡ്സ്, സീസ്, വൈറ്റ് ക്യാനൻ വാൾസ് എക്സെട്ര. അതായത് റോഡ്സ് എന്ന് പറയുന്ന വിഷ്വൽ ഇമേജ് പോലെ, സീസ് എന്ന് പറയുന്ന വിഷ്വൽ ഇമേജ് പോലെ, വൈറ്റ് ഡോവ് വെള്ളരിപ്രാവ് എന്ന വിഷ്വൽ ഇമേജ് പോലെ, ക്യാനൻ ബോൾസ് പീരങ്കി ഉണ്ടകൾ എന്ന വിഷ്വൽ ഇമേജ് പോലെയുള്ള ഒരുപാട് വിഷ്വൽ ഇമേജുകളും ആൻഡ് ഓഡിറ്ററി ഇമേജസ് ലൈക്ക്, അതേപോലെ ഓഡിറ്ററി ഇമേജസ് അതായത് ബ്ലോവിൻ ഇൻ ദ വിൻഡ്, പീപ്പിൾ ക്രൈ തുടങ്ങിയ ഓഡിറ്ററി ഇമേജുകളും ആർ എക്സാമ്പിൾസ് ഓഫ് ഇറ്റ്. ഈ പറയുന്ന പൊയറ്റിക് ഡിവൈസുകൾ മറ്റ് ഉപയോഗിച്ചിട്ടുള്ള പൊയറ്റിക് ഡിവൈസുകൾക്ക് ഉദാഹരണമാണ്. ദ റിഫ്രൈൻ എന്ന പൊയറ്റിക് ഡിവൈസ് ആയിട്ടുള്ള ദ ആൻസർ മൈ ഫ്രണ്ട് ഈസ് ബ്ലോവൻ ഇൻ ദ വിൻഡ് യൂസ്ഡ് ഹിയർ റിയലി ഗിവ്സ് എ സ്പെഷ്യൽ അറ്റൻഷൻ ടു ദിസ് സോങ്, സ്പെഷ്യൽ അട്രാക്ഷൻ ടു ദിസ് സോങ്. റിഫ്രൈനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ദ ആൻസർ മൈ ഫ്രണ്ട് ഈസ് ബ്ലോവൻ ഇൻ ദ വിൻഡ് എന്ന വരി റിയലി ഗിവ്സ് എ സ്പെഷ്യൽ അട്രാക്ഷൻ ടു ദി സോങ്. ഈ പാട്ടിന് ഒരു പ്രത്യേക തരം അട്രാക്ഷൻ, ആകർഷണത്വം തന്നെ കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇൻ ഷോർട്ട്, ചുരുക്കത്തിൽ, ദ സോങ് ആസ് ക്വസ്റ്റ്യൻസ് ഓഫ് എ ചേഞ്ചിങ് വേൾഡ്. ഈ പാട്ട് യഥാർത്ഥത്തിൽ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിലാണ് ഇത്തരം ക്വസ്റ്റ്യനുകൾ ചോദിക്കുന്നത്. എന്നിട്ടും ഇൻജസ്റ്റിസ് സ്റ്റിൽ ഒക്കേഴ്സ് ഇൻ വേസ്, അനീതികൾ പല രീതികളിലായിട്ട് ഒക്കറിയുകയാണ്, വന്നുകൊണ്ടിരിക്കുകയാണ്. ദാറ്റ് മേ ഓർ മേ നോട്ട് ബി ഡിഫറെൻറ്റ് ഫ്രം 1963. അതൊരു പക്ഷേ 1963 ഉള്ളതിൽ നിന്ന് വ്യത്യസ്തമാകാം, അല്ലെങ്കിൽ ആ ഉള്ള അവസ്ഥയിൽ ഉള്ളപ്പോഴുള്ളതുപോലെയുള്ള പ്രശ്നങ്ങളാകാം. ദ ക്വസ്റ്റ്യൻസ് ആസ്ക്ഡ് ഇൻ 1963 ആർ സ്റ്റിൽ ഏബിൾ ടു ബി ആസ്ക്ഡ് ടുഡേ. 1963 ചോദിച്ച ചോദ്യങ്ങൾ ഇപ്പോഴും ഈ ഇൻ്റർനെറ്റ് യുഗത്തിലും ചോദ്യങ്ങൾക്ക് പ്രസക്തിയുള്ളതാണ്. ദ ക്വസ്റ്റ്യൻസ് ആസ്ക്ഡ് ഇൻ 1960 ആർ സ്റ്റിൽ ഏബിൾ ടു ബി ആസ്ക്ഡ് ടുഡേ. ഓൺ ദ ഹോൾ, മൊത്തത്തിൽ, ദ പൊയറ്റ് ഹാസ് സക്സീഡ് ഇൻ ഹിസ് അറ്റംപ്റ്റ്. യഥാർത്ഥത്തിൽ പൊയറ്റ് തൻ്റെ ശ്രമത്തിൽ വിജയിച്ചിരിക്കുന്നു. എന്ത് ശ്രമത്തിലാണ്? ടു ഇൻവോക്സ് ദ സ്പിരിറ്റ് ഓഫ് ദ ഒപ്രസ്ഡ്, അടിച്ചമർത്തപ്പെട്ടവൻ്റെ ആത്മാവ് അല്ലെങ്കിൽ ആത്മവീര്യം ഉയർത്തുന്നതിൽ. ടു വേക്കപ്പ്, എന്നിട്ട് അവരോട് പറയുകയാണ്, ഉണരൂ. ആൻഡ് അസേർട്ട് ദെയർ വിൽ ആൻഡ് ഡിഗ്നിറ്റി എഗെയിൻസ്റ്റ് ഏജ് ഓൾഡ് ഒപ്രഷൻ ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ. ഈ കാലപ്പഴക്കം ചെന്ന അനീതിക്കും അടിച്ചമർത്തലിനും ചൂഷണത്തിനുമൊക്കെ എതിരെ പ്രതികരിക്കുവാനായിട്ട് കവി ഈ ഒരു കവിതയിലൂടെ അവരെ ഉണർത്തുകയാണ്. അപ്പോൾ ഈ പാട്ടും അതേപോലെ അതിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ തന്നെ, ഒപ്പം അപ്രീസിയേഷനും എല്ലാം ഇവിടെ അവസാനിക്കുകയാണ്. ഇനി പഠിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഉത്തരവാദിത്വം. സോ ഐ തിങ്ക് all of you liked today's video. If you like this video, don't forget to hit the like button, because it motivates me a lot to make more and more videos for you. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ do share this video with somebody whom you think can be benefited from this video. If you are not yet subscribed to this channel, don't forget to subscribe it so that you will get all the notifications whenever I post a video for you. So dear friends, I will be back with another such amazing video. Till then, bye bye.